നമസ്കാരം. മലയാളി വാർത്തയ്ക്ക് സ്വാഗതം. രണ്ടാഴ്ച മുമ്പാണ് ബാലരാമപുരത്ത് കൊല്ലപ്പെട്ട ദേവേന്ദുവിന്റെ മുത്തച്ഛൻ ഉദയകുമാർ മരിച്ചത്. ഉദയകുമാറിന്റെ 16ാം ചടങ്ങ് ദിവസമാണ് ദേവേന്ദു അതിദാരുണമായി കൊല്ലപ്പെടുന്നത്. ഇപ്പോൾ ഈ മരണത്തിലും നാട്ടുകാർ ദുരൂഹത ആരോപിക്കുകയാണ്. ഉദയകുമാറിന് അർബുദമാണെന്ന് പറഞ്ഞ് ശ്രീതു പലരിൽ നിന്ന് പണം കടവാങ്ങിയിരുന്നു. എന്നാൽ ഉദയകുമാറിന് കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളുള്ളതായി തോന്നിയിട്ടില്ല എന്നാണ് അയൽക്കാർ പറയുന്നത്. ഉദയകുമാർ മരിക്കുന്നതിന് തലേ ദിവസം അദ്ദേഹത്തെ കണ്ടിരുന്നു. അസുഖബാധിതനായി മരിച്ചതായി തോന്നിയിട്ടില്ല. അതിനാൽ മരിച്ചു എന്നറിഞ്ഞപ്പോൾ വിശ്വസിക്കാൻ പറ്റിയില്ല. നാട്ടിൽ തന്നെ പലരും ശ്രീതുവിന് ധാരാളമായി പണം നൽകി സഹായിച്ചതായും നാട്ടുകാർ ആരോപിക്കുന്നു. പലരിൽ നിന്നും ലക്ഷങ്ങളുടെ പണമിടപാട് നടത്തിയിരുന്നു. ദേവസ്വം ബോർഡിൽ ശ്രീതുവിന് ജോലി ഉണ്ടെന്നാണ് അമ്മ ശ്രീലത അയൽക്കാരോട് പറഞ്ഞിരുന്നത്. ശ്രീതുവിന്റെ അച്ഛന്റെ മരണം, ശ്രീതുവിന്റെ ജോലി, മറ്റു സാമ്പത്തിക ഇടപാടുകൾ എന്നിവ അന്വേഷിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഉദയകുമാറിന്റെ മരണത്തിൽ ശ്രീതുവിന്റെയും അമ്മയുടെ പങ്ക് അന്വേഷിക്കണമെന്നാണ് ആവശ്യം. ഭർത്താവ് ശ്രീജിത്തുമായി അകൽച്ചയിലായിരുന്നു ശ്രീതു. അച്ഛൻ ഉദയകുമാർ മരിച്ചപ്പോൾ ശ്രീജിത്ത് വാടക വീട്ടിലെത്തിയിരുന്നു. ഇതിനിടെ ശ്രീജിത്തിനൊപ്പം പോകാൻ ശ്രീതുവിനെ പലരും ഉപദേശിച്ചെങ്കിലും അവർ പോകാൻ കൂട്ടാക്കിയിരുന്നില്ലെന്നും അയൽക്കാർ പറയുന്നു. മകളുടെ നിലപാടുകളെ ഉദയകുമാർ എതിർത്തിരുന്നു. അതിന്റെ വിലയാണോ ഉദയകുമാറിന്റെ മരണമെന്ന സംശയം സജീവമാണ്. തന്ത്രപരമായി കളിക്കുന്ന ശ്രീതുവിന് പിന്നിൽ വമ്പൻ തോക്കുകൾ ഉണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത്. ചെറിയ മാനസിക പ്രശ്നമുള്ള ഹരികുമാറിനെ കൊലപാതകയാക്കി കേസിൽ നിന്നും തടി ഊരാനുള്ള ശ്രീതുവിന്റെ നീക്കമാണോ നടക്കുന്നതെന്ന സംശയം സജീവമാണ്. എന്നാൽ പോലീസ് അന്വേഷണം ശ്രീതുവിലേക്ക് കടക്കുന്നില്ല. ഹരികുമാറിന്റെ കുറ്റസമ്മതമാണ് ഇതിന് തടസ്സമാകുന്നത്. ഈ കുറ്റസമ്മതവും ഉന്നതതല ഗൂഢാലോചനയാകാൻ സാധ്യതയേറെയാണ്. ശ്രീധുവിനെതിരെ സാമ്പത്തിക തട്ടിപ്പ് പരാതി ഉയർന്നതോടെ പോലീസ് ഈ പരാതിയിൽ കേസെടുക്കും. ശ്രീധുവിനെതിരെ 3 പരാതികൾ നിലവിൽ ലഭിച്ചിട്ടുണ്ടെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. ദേവസ്വം ബോർഡിൽ ജോലി വാഗ്ദാനം ചെയ്ത് പണം തട്ടിയെന്നാണ് പരാതി. ദേവസ്വം ബോർഡിലെ ഉന്നത ഉദ്യോഗസ്ഥയെന്ന് പരിചയപ്പെടുത്തിയാണ് ശ്രീധു പണം കടം വാങ്ങിയിരിക്കുന്നത്. ശ്രീധു കരാർ അടിസ്ഥാനത്തിൽ പോലും ദേവസ്വം ബോർഡിൽ ജോലി ചെയ്തിട്ടില്ല എന്നാണ് പോലീസ് പറയുന്നത്. ശ്രീധുവിനെതിരെ ഉടൻ തന്നെ ബാലരാമപുരം പോലീസ് കേസെടുക്കും. ഇതിനിടെ കൊല്ലപ്പെട്ട ദേവേന്ദ്രന്റെ അമ്മ ശ്രീധുവിനെതിരെ ദേവിദാസൻ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. 6-7 മാസം മുമ്പ് അവസാനമായി കാണുമ്പോൾ ഒപ്പമുണ്ടായിരുന്ന ഒരു പുരുഷനെ 2ാം ഭർത്താവ് എന്ന് പറഞ്ഞാണ് ശ്രീധു പരിചയപ്പെടുത്തിയത്. ആദ്യ ഭർത്താവുമായി പിരിഞ്ഞു എന്ന ചോദ്യത്തിന് ഇല്ലെന്ന് മറുപടി നൽകിയിരുന്നു. തന്റെ അനുഗ്രഹം ചോദിച്ചാണ് ശ്രീധു വന്നതെന്നും കുടുംബവുമായി സാമ്പത്തിക ഇടപാടുകളൊന്നും ഉണ്ടായിരുന്നില്ലെന്നും ദേവിദാസൻ മൊഴി നൽകി. ദേവിദാസിന്റെയും ശ്രീധുവിന്റെയും ബാങ്ക് വിവരങ്ങളും ഫോൺ വിവരങ്ങളും പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഫോൺ ശാസ്ത്രീയ പരിശോധന നടത്തും. കോവിഡിന് മുൻപാണ് ഹരികുമാർ തനിക്കൊപ്പം ജോലി ചെയ്തിരുന്നതെന്നും ചില മാനസിക വൈകല്യങ്ങൾ പ്രകടിപ്പിച്ചതുകൊണ്ട് നന്നാക്കാനായി തന്റെ അടുക്കളയ്ക്ക് വിടുകയായിരുന്നുവെന്നുമാണ് ദേവിദാസിന്റെ മൊഴി. ഹരികുമാറിന്റെ ശമ്പളം വാങ്ങാൻ വന്നിരുന്നത് അമ്മയും സഹോദരിയുമാണ്. ഹരികുമാറിന് നോട്ട് എണ്ണാൻ പോലും അറിയില്ലായിരുന്നുവെന്നും അവസാനമായി നേരിൽ കാണുമ്പോൾ ഹരികുമാറിന്റെ സ്വഭാവം മാറിയിരുന്നതായും ദേവിദാസൻ പറയുന്നു. കൊലപാതകത്തിന്റെ ദുരൂഹത നീക്കാൻ ജോൾസൻ ദേവിദാസിനെ ഇന്നലെ വീണ്ടും സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തു. ഇയാൾ തന്റെ പക്കൽ നിന്ന് 36 ലക്ഷം രൂപ വാങ്ങിയെങ്കിലും മടക്കി നൽകില്ലെന്നാണ് ശ്രീധു പോലീസിനോട് ആവർത്തിച്ചു പറയുന്നത്. പണം വാങ്ങിയിട്ടില്ല എന്നാണ് ദേവിദാസിന്റെ വാദം. സാമ്പത്തിക ഇടപാട്, അന്ധവിശ്വാസം തുടങ്ങിയ കാരണങ്ങൾ കൊലയ്ക്ക് പിന്നിലുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ശ്രീധുവിന്റെ സാമ്പത്തിക ഇടപാടുകൾ ദുരൂഹമെന്നാണ് പോലീസ് പറയുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.